നമസ്കാരമുണ്ട്. കഥാമൃതത്തിൻ്റെ ഒരു പുതിയ സ്റ്റോറിയായിട്ട് ഞാൻ സലാലയിലെ ജബൽ സംഹാൻ എന്ന വളരെയധികം ഫേമസ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. മലയോരമാണ്. ഏകദേശം 1100 മീറ്റർ മുകളിലാണ് ഈ സ്ഥലം. നല്ല തണുപ്പുണ്ട്. ഇവിടെ ഈ മലയിൽ മഴ വീഴ് കംപ്ലീറ്റ് ഇത് ഒഴുകി പോകുന്നത് ഇവിടെ അടുത്തുള്ള സമുദ്രത്തിലാണ്. ഇവിടെ ഈ കാലാവസ്ഥയിൽ നമുക്ക് വരുന്ന സമയത്ത്, അതായത് ജൂൺ ടു സെപ്റ്റംബർ വരെ വരുന്ന കാലാവസ്ഥയിൽ നല്ല തണുപ്പുണ്ടാവും, മഴയുണ്ടാവും, പിന്നെ കംപ്ലീറ്റ് പച്ചപ്പായിരിക്കും. ഇപ്പോഴും പച്ചപ്പ് മാറിയിട്ടില്ല. കുറേ ടൂറിസ്റ്റുകൾ, വിദേശികളും സ്വദേശികളുമായിട്ടുള്ള കുറേ ടൂറിസ്റ്റുകൾ ഇവിടെ വരുന്നുണ്ട്. ഇവിടെ വരുന്നതിൻ്റെ ഉദ്ദേശം തന്നെ അവർ തണുപ്പ് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സമതലമുണ്ട്, സമുദ്രമുണ്ട്. ഇവിടെ പിന്നെ പക്ഷികളുടെ ഒരു വിദേശ പക്ഷികൾ, ധാരാളം മൈഗ്രേറ്റഡ് പക്ഷികൾ വരുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ബേർഡ് വാച്ചേഴ്സ് ഇവിടെ ധാരാളമുണ്ട്. പ്രൊഫഷണൽ ആയിട്ടുള്ള ബേർഡ് വാച്ചേഴ്സ് ഞങ്ങളിപ്പോൾ യൂറോപ്പിൽ നിന്ന് ഒരു സംഘത്തിന് ഇപ്പോൾ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. അവർ കംപ്ലീറ്റ് ദിവസങ്ങളോടെ ഇവിടെ താമസിച്ചിട്ട് പക്ഷികൾ കാണുന്നു. വലിയ വലിയ ക്യാമറകൾ കൊണ്ടുവന്നിട്ട് നല്ല ഫോക്കസ് ചെയ്തിട്ട് പക്ഷികളെടുക്കുന്നു. അവരായിട്ട് നമ്മൾ സംസാരിക്കാൻ ഇടപെടുന്നു. അപ്പോൾ അവർ പറഞ്ഞതിൻ്റെ അനുസരിച്ചിട്ട് ഇവിടുന്ന് ആഫ്രിക്കയിൽ നിന്ന് ധാരാളം പക്ഷികൾ ഇവിടെ വരും. എന്നിട്ട് ഈ പക്ഷികൾ നേരിട്ട് ഇവിടെ വന്നിട്ട് ഒമാനിൽ വന്നിട്ട് അവർ തിരിച്ചവർ വീണ്ടും ആഫ്രിക്കയിലേക്ക് പോകുമെന്നാണ് പറയണത്. അപ്പോൾ അങ്ങനെ പക്ഷി വാച്ചേഴ്സ്, ബേർഡ് വാച്ചേഴ്സ് ധാരാളം വരുന്ന ഒരു ഏരിയ ആണ് ഈ ജബൽ സംഹാൻ എന്ന് പറഞ്ഞ സ്ഥലം. ഇന്നിപ്പോൾ ഇവിടെ വെച്ചിട്ട് ഞാനൊരു കഥാമൃതത്തിന് വേണ്ടി ഒരു കഥ പറയാൻ ഉദ്ദേശിക്കുന്നത് അരവിന്ദ മഹർഷിയെക്കുറിച്ചിട്ടാണ്. അരവിന്ദ മഹർഷിയെക്കുറിച്ച് കൂടുതൽ ആൾക്കാരെ ഒന്നും പറയാത്ത ഒരു കാര്യമാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയാൻ പോകുന്നത്. ഓഗസ്റ്റ് 15 അദ്ദേഹത്തിൻ്റെ ജന്മദിവസം. ആ ജന്മദിവസം ഇപ്പോഴും പല സ്ഥലത്തും അരവിന്ദ മഹർഷിയെക്കുറിച്ച് ആഘോഷിക്കുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ ജന്മദിനം. എന്നാലും വ്യാപകമായിട്ടുള്ള ആഘോഷിക്കാറില്ല. ഈ അരവിന്ദ മഹർഷി അദ്ദേഹം ജനിച്ചതൊക്കെ കൽക്കട്ടയിലാണ്. കൽക്കട്ടയിൽ നിന്ന് വന്നിട്ടുള്ള മഹാത്മാക്കളിൽ വളരെ കുറച്ച് പേരിൽ ഒരാളാണ്. ദേശസ്നേഹിയും അതേപോലെ തന്നെ ദേശത്തിന് വേണ്ടിയിട്ട്, ഈ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടിയിട്ട് ഇറങ്ങിപ്പുറപ്പെട്ട് ജയിൽവാസം അനുഭവിക്കുന്ന കാലഘട്ടത്തിലാണ് അദ്ദേഹം വാസ്തവത്തിൽ ഒരു ഈശ്വര ദർശനം കിട്ടുന്നത്. ജയിലിൽ നിന്നാണ് അദ്ദേഹത്തിന് ഈശ്വര ദർശനം കിട്ടുന്നത്. അപ്പോൾ ഈ ഈശ്വര ദർശനം കിട്ടി അദ്ദേഹം തിരിച്ച് സ്വാതന്ത്ര്യത്തിന് ശേഷം വന്ന് അദ്ദേഹം സമാധി വരുന്നത് അദ്ദേഹത്തിൻ്റെ പോണ്ടിച്ചേരിയിലാണ്. ഇപ്പോഴും പോണ്ടിച്ചേരിയിൽ പോയാൽ ഫ്രഞ്ച് കോളനിയാണ്. ആ ഫ്രഞ്ച് കോളനിയിൽ ഏറ്റവും മനോഹരമായിട്ടുള്ള ഔറോവില്ലി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു മഠമുണ്ട്, ആശ്രമമുണ്ട്. ആ ആശ്രമത്തിൽ അദ്ദേഹത്തിൻ്റെ സമാധി കാണാൻ നമുക്ക് ധാരാളം ഫ്രഞ്ചുകാർ, ധാരാളം വിദേശികൾ വന്നിട്ട് ധ്യാനവും ജപവും ഒക്കെ ചെയ്യുന്ന ഒരു മനോഹരമായിട്ടുള്ള സ്ഥലമാണ് ഔറോവില്ലി. അവിടെ അരവിന്ദ മഹർഷിയുടെ ധാരാളം കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അരവിന്ദ മഹർഷിയുടെ അടുത്ത് ഒരു ദിവസം ഒരു വിദേശ പണ്ഡിത ചോദിച്ചു, നിങ്ങൾ ഈ മനസ്സിന് ശുദ്ധമാക്കാനായിട്ട് എന്താ ചെയ്യുന്നത്? മനസ്സ് ശുദ്ധമാക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ ഏറ്റവും കൂടുതൽ സാവിത്രി എന്നൊരു പുസ്തകത്തിൽ അദ്ദേഹം ഇതിനെക്കുറിച്ച് സ്ട്രെസ് ചെയ്തിട്ടുണ്ട്, കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഇന്ത്യൻ ഫിലോസഫിയെക്കുറിച്ച് ധാരാളം കാര്യങ്ങൾ പ്രവചിച്ചിട്ടുണ്ട്. അദ്ദേഹം ആത്മീയതയെക്കുറിച്ച് ധാരാളം പ്രവചിച്ചിട്ടുണ്ട്, കുറേ കാര്യങ്ങൾ സംസാരിക്കാറുണ്ട്. അങ്ങനെയുള്ള ഒരു ഡിസ്കഷൻ്റെ സമയത്താണ് ഈ വിദേശ വനിത ചോദിച്ചത്, എങ്ങനെയാണ് മനസ്സിനെ ശുദ്ധീകരിക്കാൻ സാധിക്കുക? അപ്പോൾ അരവിന്ദ മഹർഷി പറഞ്ഞു, മനസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റാത്തതാണ്, പക്ഷെ നമുക്ക് ഫീൽ ചെയ്യാം. അതുപോലെ ബുദ്ധിയും, നമ്മുടെ ശരീരം എങ്ങനെയാണോ നമ്മൾ എല്ലാ ദിവസവും വൃത്തിയാക്കുന്നത്, അതേപോലെ തന്നെ നമ്മൾ വയറ് എപ്പോഴും നമ്മൾ ശുദ്ധീകരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ മനസ്സിൽ നമ്മൾ ശ്രദ്ധിക്കാത്ത രണ്ട് കാര്യങ്ങളാണ് ബുദ്ധിയും മനസ്സും. ഈ ബുദ്ധിയും മനസ്സും നമ്മൾ ശുദ്ധമായിട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈശ്വരൻ്റെ വളരെ അടുത്തെടുത്താനുള്ള ഒരു മാർഗ്ഗമാണ്. അപ്പോൾ ഈ ശുദ്ധീകരിക്കുന്നതിൻ്റെ ഒരു ചെറിയ ഉദാഹരണം അദ്ദേഹം പറഞ്ഞത്, പാത്രങ്ങൾ, വെള്ളിപ്പാത്രമാണെങ്കിലും ചെമ്പ് പാത്രമാണെങ്കിലും പിച്ചള പാത്രമാണെങ്കിലും നമ്മളെപ്പോഴും കഴുകി വൃത്തിയാക്കും. അത് വൃത്തിയാക്കുമ്പോഴാണ് അതിന് ഭംഗി കൂടുക. പക്ഷേ മനസ്സിനെ ശുദ്ധീകരിക്കാനും ബുദ്ധി ശുദ്ധീകരിക്കാനും നമ്മളൊന്നും ചെയ്യാറില്ല. അപ്പോൾ അത് ശുദ്ധീകരിക്കാനായിട്ട് ആത്മീയ സാധന, ഈശ്വര ധ്യാനം, ഈശ്വര ജപം അങ്ങനെ ചെയ്താൽ മാത്രമേ എല്ലാ ദിവസവും കൃത്യസമയത്ത് നമ്മൾ ഈ ആവശ്യമില്ലാത്ത തോട്ടുകൾ, ലോകത്തിൽ വന്നു വരുന്ന അനാവശ്യമായിട്ടുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിൽ നിന്ന് മാറും, നമ്മൾ ശുദ്ധമാവും. നമ്മൾ ആ ശുദ്ധീകരണമാണ് ആത്മീയമായിട്ടുള്ള ഈശ്വര ധ്യാനത്തിലൂടെ മാത്രമേ നമ്മുടെ മനസ്സും ശരീരത്തിൽ ഉൾക്കൊണ്ടിരിക്കുന്ന ഈ ബുദ്ധിയും നമ്മളെ നിയന്ത്രിക്കുന്ന എല്ലാ കാര്യങ്ങളും ഈ ഈശ്വരോന്മുഖമായിട്ടുള്ള ജീവിതത്തിലേക്ക് നമുക്ക് നയിക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഏറ്റവും ശുദ്ധമായിട്ട് നിൽക്കണമെങ്കിൽ നമ്മൾ ഈശ്വരൻ്റെ അടുത്ത് നിൽക്കുക, ഈശ്വരൻ്റെ വിചാരത്തിൽ നിൽക്കുക. എന്നാൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നീങ്ങാൻ സാധിക്കുള്ളൂ എന്ന് അരവിന്ദ മഹർഷി പലപ്പോഴും അദ്ദേഹം പറയുന്നെങ്കിലും ഒരു വിദേശ വനിതയോട് അഭിമുഖീകരിച്ച സമയത്ത് അദ്ദേഹം പറയുന്നത്
ഒരു എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഒരു തത്വമാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഈ ഒരു ഉദാഹരണത്തിൽ അദ്ദേഹം പറഞ്ഞത് നമ്മളെ മനസ്സ് ശുദ്ധീകരിക്കാനും ബുദ്ധി ശുദ്ധീകരിക്കാനും ഈശ്വരോന്മുഖമായിട്ടുള്ള കാര്യങ്ങൾ, ധ്യാനം, ജപം, അതേപോലെ തന്നെ പുസ്തക വായന, ആത്മീയ വായന, ഗ്രന്ഥങ്ങൾ വായിക്കുക, നല്ല നല്ല പുസ്തകങ്ങൾ വായിക്കുമ്പോൾ മാത്രമേ നമ്മളേക്ക് മനസ്സ് ശുദ്ധമാവുകയുള്ളൂ.